Hello guys, this is RJ Andapan and I'm back with Andapan Talkies and ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആഫീസ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് ഡയറക്ടർ പൊസിഷനിലുള്ള ബിഗ് ബോസിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സിലുള്ള പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പും വന്നിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ബാക്കിയാണോ അതോ മുമ്പിട്ട് തന്നെ വീണ്ടും ഇട്ടാണോ എന്ന് എനിക്കറിയില്ല. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ അവരുടെ മാക്സിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതിൽ 2-3 കാര്യങ്ങൾ പറയണം എന്ന് തോന്നി കേട്ടോ. അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഈ സെക്കൻഡ് തേർഡ് I'll tell you something with the voting എന്നതിന്റെ കാര്യം എന്താണെന്ന് പറയട്ടെ. ഇത് വോട്ടിംഗ് ചെയ്യുന്നത് എല്ലായിടത്തും ഒരു എക്സ്റ്റേണൽ ബോഡിയാണ്. ആൻഡ് എക്സ്റ്റേണൽ ബോഡി ശരിക്കും പറഞ്ഞ ഒരു ഇന്ത്യൻ ബോഡി പോലും അല്ല. അതൊരു ഇന്ത്യൻ ബോഡി പോലും അല്ലേ? എന്നിട്ട് ഔട്ട്സൈഡ് ഇന്റർനാഷണൽ കമ്പനിയാണ് ഇതിന്റെ വോട്ടിങ്ങിന്റെ ഓഡിറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഓഡിറ്റ് നടത്തുമ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചാനലോ ഇല്ലെങ്കിൽ എൻഡമോളോ ഇതിൽ എന്തെങ്കിലും തരികട കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിന് കേസ് കൊടുക്കാം. യു ക്യാൻ ഈവൻ നൗ ഒരു RTI കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് പറയാതെ പറ്റില്ല. അപ്പോൾ വോട്ട് പറയാതെ പറ്റില്ല. അപ്പോൾ ഈ ഹാഫീസ് ആണെന്നുണ്ടെങ്കിലും മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണെന്നുണ്ടെങ്കിലും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ് കേട്ടോ. നമ്മളിത് RTI എവിടെയാണ് കൊടുക്കണ്ടേ? ഗവൺമെൻറ് ഓഫീസിലോ അതോ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുവാണോ അതോ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഇങ്ങനെ ചോദിക്കാമോ? അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്ന സ്ഥലമാണല്ലോ ഈ ഏഷ്യാനെറ്റിൻ്റെ സൈറ്റുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ സ്ഥലത്തുമാണെന്നുണ്ടെങ്കിലും നമുക്ക് അയച്ചാൽ ശരി. പോട്ടെ, ഇനി മൊത്തം പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ. ഈ പബ്ലിക്കിൽ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് അവർക്ക് വോട്ട് അത് ഇൻഫർമേഷൻ ചോദിക്കാവുന്നതാണ്. അത് ചോദിച്ചാൽ പറയാതിരിക്കാൻ ഏഷ്യാനെറ്റിനും പറ്റുന്നില്ല. അപ്പോൾ അത് തന്നെയല്ല, ഈ എക്സ്റ്റേണൽ ഈ പറഞ്ഞ ഓഡിറ്റിംഗ് ടീം ഉണ്ടല്ലോ, അവര് നമുക്കെതിരെ കേസ് കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും ഇവർ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ അങ്ങനെ പറയണില്ല. പക്ഷെ എന്നാലും ഈ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇവരെന്തെങ്കിലും തിരിമറി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്റ്റേണൽ ബോഡി, അതായത് മേ ബി ആപ്പിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹോട്ട്സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ ആരെ വെച്ച് ചെയ്യും അതിനകത്ത്? ഇവരെ വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഓക്കെ ശരി, നിങ്ങൾ വേറൊരു ടീമിന് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് വിശ്വസിക്കാം. ഈ എക്സ്റ്റേണൽ ടീമിന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഈ പറയുന്ന പോലെ വോട്ടിംഗ് ത്രൂ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന സൈറ്റിൽ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല, ഇത്ര വോട്ട് ഒരു കണ്ടസ്റ്റൻറ്റിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ലൈവ് കൊടുക്കാൻ പറ്റുന്ന സീനല്ലേ ഉള്ളൂ? എന്തുകൊണ്ടാണ് ഒരു എവിക്ഷനിൽ പോലും റാദർ ദാൻ ഫൈനലിൽ പിന്നെ ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ എവിടെയെങ്കിലും ഇത്ര വോട്ട് കിട്ടിയിട്ടാണ് ഇന്ന ആൾ പോകുന്നത് അല്ലെങ്കിൽ ഇത്രയും വോട്ടിൻ്റെ കുറവ് കാരണമാണ് ഇന്ന ആൾ പുറത്തായെന്ന് ഇവർ പറയുന്നുണ്ടാ? അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടാണ്. പിന്നെ എവിക്ഷൻ നടക്കുന്ന വീക്കുകളിലെല്ലാം ഈ പറയുന്നത് പോലെ തന്നെ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ ജനങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീക്കുകളിലെല്ലാം ഇവർ എവിക്ഷൻസ് നടത്താറുണ്ടോ? പിന്നെ എന്ത് ജെന്യൂനിറ്റിയാണ്? പിന്നെ ഏതോ ഒരു എക്സ്റ്റേണൽ ബോഡി വന്ന് നിങ്ങൾക്ക് ഈ എക്സ്റ്റേണൽ ബോഡി എന്താ മറ്റേ ഇവർ ഈ പറയണ പോലെ മറ്റേ വല്ല പ്രേതം വല്ലതും ആണടേ? ഇയാൾ പൊട്ടാണ്. ഇയാളൊക്കെ ആരുടെ സംഭവം ശരിയാണ്, ഇയാൾ ക്രിയേറ്റീവ്, മനുഷ്യൻ്റെ മനസ്സുകൊണ്ടൊക്കെ കളിക്കാനുള്ള കഴിവൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വേണം. അവര് ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുക്കും, കാരണം അവർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ ഉണ്ട്. അവർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ ഉണ്ട്. ഓക്കെ, നമ്മളത് മാറ്റിമറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഏഷ്യാനെറ്റിന് കേസ് കൊടുക്കും. പിന്നെ ഇതുമാതിരി പബ്ലിക്കിന് എപ്പോൾ വേണമെങ്കിലും അത് അറിയാവുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഔട്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇതാണ് വോട്ടിങ്ങിന്റെ. ഇപ്പൊ ചിലവരുടെ വോട്ടിംഗ് ഉണ്ട് ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ലോ ആണെന്നുള്ളത് ഇവർക്ക് വോട്ടിംഗ്. എല്ലാവരും നിങ്ങൾ പറ, ഈ പറയുന്നത് പോലെ തന്നെ ഏഷ്യാനെറ്റിനൊക്കെ ഈ വോട്ട് ചോദിച്ച് ഒരു പബ്ലിക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇതൊരു റിയാലിറ്റി ഷോ, ഒരു പ്രൈവറ്റ് റിയാലിറ്റി ഷോ ആണ്. പ്രൈവറ്റ് എന്ന് പറയാൻ കാര്യം ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അവരുടെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ഷോയിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് മെയിൽ അയച്ച് RTI ചോദിക്കുന്നു. ഇവ എന്തൊരുദ്ദേശിച്ചിട്ടാണ് ആ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തിനായാലും അങ്ങനെ അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യാനെറ്റിൽ എന്തിനോ ഒരു പണിയും ഇല്ലാതിരിക്കണതാ. ഇതേടാ വിഷ്ണുവിന് ഈ ആഴ്ച ഇത്ര വോട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാബുമോൻ പേർളിമാണിയെ തോപ്പിച്ചത് ഇത്ര ശതമാനം വോട്ടിലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അയച്ചു തരുമോ? ശരി, ഇനി അയച്ചു തന്ന് അത് നമ്മൾ എന്ത് ബേസിൽ വിശ്വസിക്കും? ഇത് ഇവരുടെ തന്നെയാണോ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇവർ RTI നമ്മളിപ്പോൾ ചോദിക്കുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുള്ളി ഈ പറഞ്ഞ സാധനത്തിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ്
ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇയാൾ പറയുന്ന എല്ലാം അങ്ങ് ഏറിയടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. കമോൺ, സീരിയസ്ലി. ഇപ്പം ഞാൻ എൻ്റെ പ്രൈവറ്റ് ചാനലിൽ എൻ്റെ ഒപ്പീനിയൻ വന്ന് പറയുന്ന പോലെയല്ല നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ഈ പറയുന്ന പോലെ ഒരു ഇൻഫർമേഷൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഗൈസ്, മീഡിയയും സോഷ്യൽ മീഡിയയും ന്യൂ മീഡിയ എല്ലാം കൂടെ ഉണ്ടല്ലോ ഒരുമാതിരി ചവർ അവസ്ഥയിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഗൈ, വാട്ട് ഈസ് ഹിസ് നെയിം, ആഫീഷ് ദ ഷോ ഡയറക്ടർ ആഫീഷിൻ്റെ ക്രെഡിബിലിറ്റി ഈസ് ബീൻ ക്വസ്റ്റ്യൻഡ്. ആൻഡ് ഒരുപാട് വോയിസ് ക്ലിപ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്കറിയാം. സോ ഈസ് ജസ്റ്റ് ബ്ലഫിങ് ഗൈസ്, ചുമ്മാ പോള് പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്യട്ടെ, ഇവർ കാണിക്കട്ടെ ഈ ആഴ്ചയിൽ നമ്മുടെ അൻസിബ ഔട്ടായത് ഇത്ര വോട്ടുകൾ കുറവുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന ആളിനെക്കാളും എന്നൊക്കെ പറഞ്ഞ് കാണിക്കട്ടെ. അപ്പം നമുക്കും മനസ്സിലാവില്ല ഇത്രയും പേര് വോട്ട് ചെയ്തു എന്നുള്ളത്. കാരണം നമുക്ക് പലപ്പോഴും ഇതിങ്ങനെയല്ല ഇവർ ഈ ഉടായ്പ കാണിക്കുന്നുണ്ടെന്ന് തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിട്ട് നമ്മൾ കയറി വോട്ട് ചെയ്യുന്ന അത്ര പേരിൽ ഒരു 50% പേരെങ്കിലും ഈ പറയുന്ന പോലെ ഹോട്ട്സ്റ്റാറിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? അവരതിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ആ വോട്ടൊക്കെ ഇപ്പോൾ ഇവിടെ പോയി. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള പരിപാടി ഹഫീസിന് മാത്രമാണ് അറിയണമെന്നൊന്നും വിചാരിക്കില്ലേ. ഓക്കെ ഗൈസ്, പീസ് ഔട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇതൊക്കെ ഒരു റിയാലിറ്റി ഷോ ആണ്, ഇതിലവർക്ക് തോന്നിയവരെ ജയിപ്പിക്കും. സ്വാഭാവികമായിട്ടും ജനവിധി അവർ ഒരു വിധമൊക്കെ മാനിക്കും, അതില്ലെന്നൊന്നും ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തിറങ്ങി കഴിഞ്ഞ് ഇത് നിൽക്കണ്ടേ? അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഷഡ്ജം കയറി കൊടുക്കില്ലേ? മലയാളിയാണ്, മറ്റ് രാജ്യത്തെ പോലെ ഒന്നുമല്ല, വെറുതെ വിടുകയൊന്നുമില്ല. നീ പറ്റിച്ചെങ്കിൽ പോട്ടടാന്ന് പറഞ്ഞ് ക്ഷമിക്കുകയൊന്നുമില്ല. പിടിച്ച് ഇടിക്കും കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അമ്മയാണ് ഇടിക്കും. അതിലൊരു സംശയം വേണ്ട. ഇപ്പം ഈ ഇടിക്കണ ആ രീതിയിൽ ഇടിക്കുന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അങ്ങനെയൊന്നും എടുക്കണ്ട, എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാട് കയറി പോകുന്നുണ്ട്. എനിവേസ്, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഷോ ഒരു റിയാലിറ്റി ഷോ ആണ്. എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഇടയിൽ കുറേ ഫാൻസ് എല്ലാം കയറി ഇരുന്നിട്ട് മെഴുകി ഓരോരുത്തരെ പറ്റിയിട്ട് ഓരോ സാധനമൊക്കെ പറഞ്ഞ് ഇമോഷണലി ഭയങ്കര സീനൊക്കെ ആവുന്നതാണ്. നമുക്ക് എല്ലാവരോടും ഇഷ്ടം തോന്നുന്നതും അതിൻ്റെ ഒരു ഫ്ലോയിൽ പോകുന്നതും ഒക്കെ രസമാണ്. പക്ഷേ അളവിൽ കൂടുതലാവാതെ ശ്രമിക്കുക. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹേർട്ട് യു. ആൻഡ് ഇത് പ്യോർലി മണി ഇൻവോൾവ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഗൈസ്. സോ അതിൽ നിങ്ങൾ വെറുതെ കണ്ട ഇമോഷൻസ് ഒക്കെ ഇട്ട് ചർച്ച ചെയ്യാനും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ നല്ലതാണ്. അതിൽ കൂടുതലായിട്ടൊന്നും എടുക്കരുത്. പിന്നെ ഈ RTI പുളുവൊക്കെ ഏത് ബേസിൽ അടിച്ചു വിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുമെങ്കിൽ ഈ പുള്ളി തന്നെ ഒന്ന് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ. അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ മാക്സ്, അല്ലെങ്കിൽ നമ്മുടെ RJ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളിയാണെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എവിടെയാണ് നമുക്ക് RTI ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ എവിടെ അയച്ചാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ ഒന്ന് അറിയിച്ചു തരണമെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. കാരണം ഇത്ര വോട്ടിലാണ് ഇവർ പുറത്തു പോയെന്നുള്ളതൊന്നും അറിയണമെന്ന് എനിക്കുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ദിസ് ഇസ് RJ ആൻഡപ്പൻ ഫ്രം ആൻഡപ്പൻ ടോക്കിയോ സൈനിങ് ഓഫ്. പറയാൻ വിട്ടു കേട്ടോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.